ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കല്ലുമ്മക്കായ് ഫ്രൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കണ്ടുവരാം. അതിനു മുമ്പ് വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിന് തന്നെ നമ്മളെ കല്ലുമ്മക്കായ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഷെല്ലൊക്കെ ഓപ്പൺ ആക്കിയെടുത്താണ്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടിട്ട് അതിലോട്ട് ഒരു ചെറിയ വലിയ ഉള്ളി, അതുപോലെ അര സ്പൂൺ വലിയ ജീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ചൊരു വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം നോർമൽ വാട്ടറല്ല, നമ്മൾ കല്ലുമ്മക്കായ് തിളപ്പിച്ചപ്പോൾ അതിന്ന് ഊറി വന്ന് അതെടുത്ത് ഊറ്റി വയ്ക്കുമ്പോൾ അതിന്ന് ഊറി വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് കുറച്ചിട്ടാണ് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വെച്ച ചോറ്റരിയാണിത്, നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണിത്. ആ അരി ഊറ്റിയതിന് ശേഷം അതിലോട്ട് ഒരു 3-4 കഷ്ണം കല്ലുമ്മക്കായ പീസ് ഇടുന്നുണ്ട് അരക്കുമ്പോൾ കൂട്ടത്തിൽ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ അതേ ആ ഊറിയ വെള്ളം ഉണ്ടല്ലോ അത് ലേശം ഇതിലോട്ട് ഒഴിച്ച് ഒരു കുറുകിയ പരുപ്പത്തിലുള്ള ഒരു മാവാക്കി അരച്ചെടുക്കുക. ഏകദേശം ഈ ഒരു തരിതരിപ്പ് വേണം കേട്ടോ, പറ്റ അങ്ങോട്ട് നൈസായിട്ട് അരയരുത്. അതിനുശേഷം നമ്മൾ ഈ തേങ്ങ അരപ്പും അതുപോലെ അരി അരച്ചതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഒരു ഹാർഡായിട്ടുള്ള പേസ്റ്റ് ആവണമല്ലോ, ഈ ലൂസായി കഴിഞ്ഞാൽ ഒലിച്ചിറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മളൊരു നമുക്ക് കൈക്ക് പിടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ സ്റ്റിക്കായി നിൽക്കുന്ന ടൈപ്പ് ആയിട്ട് നമുക്ക് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓരോരോ ഷെല്ലിനുള്ളിലും നിറച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പോ അല്ലെങ്കിൽ സ്റ്റീമറോ, ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നിറച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഓരോരോ ഇതും കറക്റ്റ് ഓർഡറാക്കി വെച്ചതിന് ശേഷം ആവി കയറ്റി എടുക്കാം. ഇത് ആവി കയറ്റി വെന്തതാണ്. ഇത് വെന്തെന്ന് നമുക്കറിയില്ല എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ കക്ക ഇറച്ചി എൻ്റെ ആ തോടുണ്ടല്ലോ അത് ആ മാവിൽ നിന്ന് കുറച്ചൊന്ന് വിട്ട് നിൽക്കും, ഒരു ഗ്യാപ്പ് വരും അതിന് തമ്മിൽ. അപ്പോൾ അതാണ് അത് വെന്തു എന്നുള്ളതിനുള്ള പരുവം. അതിനുശേഷം സെക്കൻഡ് ബാച്ചും ഞാനിതുപോലെ തന്നെ ഓർഡറാക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതാക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മസാലയിൽ മുക്കി പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ലേശം ഉപ്പിട്ടിട്ട് കുറച്ച് വിനീഗറും ഒഴിച്ച് ഒരു 6 സ്പൂണോളം, ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്, അതുകൊണ്ടാണ് 6 സ്പൂൺ ഇട്ടുള്ളത്. ആ 6 സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്കൊരു കട്ടി പേസ്റ്റായിട്ട് എടുക്കണം. പറ്റ ലൂസാവരുത്, അപ്പോൾ കാണാൻ കളറൊന്നും ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും മസാല പിടിക്കാത്ത മാതിരി കണക്ക് തോന്നും. അപ്പോൾ നല്ല കട്ടി പേസ്റ്റായിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ ഷെല്ലിൽ നിന്ന് എടുത്ത ഓരോരോ കക്കിറച്ചിയുടെ ഈ ഒരു ഉണ്ടയും കൂടെ നമുക്ക് ഈ ഒരു മസാലയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നോമ്പ് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, കാരണം നമ്മൾ ബീച്ചിലുണ്ടാക്കുന്ന അതുപോലെയാണോ അല്ലെങ്കിൽ കോളായി പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എക്സാക്റ്റായിട്ട് നമ്മൾ ബീച്ചിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ബെസ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, മസ്റ്റ് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം കല്ലുമ്മക്കായ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എന്തായാലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടാക്കി നോക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത്രയും അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്.